വെളിച്ചെണ്ണയുടെ അപ്രതീക്ഷിത വിലവർധനയിൽ ഞെട്ടിയിരിക്കുകയാണ് മലയാളികൾ. ഏത് വിഭവത്തിനും മലയാളി ഉപയോഗിക്കുന്ന 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില ഇന്ന് 500 രൂപയും കടന്ന് 600 രൂപയായിരിക്കുകയാണ്. എന്നാൽ കേരളത്തിലെ വെളിച്ചെണ്ണയുടെ ഉപയോഗം ഇങ്ങനെ കുറയ്ക്കാൻ കാരണം ഫിലിപ്പീൻസിലെയും ഇന്തോനേഷ്യയിലെയും ചില നയങ്ങളാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. എന്നാൽ കാര്യം സത്യമാണ്. വെളിച്ചെണ്ണയുടെ പൊള്ളുന്ന വിലയ്ക്ക് കാരണമായത് എന്താണെന്ന് ഇനി നോക്കാം. നാളികേരം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന 3ാമത്തെ രാജ്യമായിട്ടും തേങ്ങയുടെ 65% ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. 2023 ജൂലൈ മുതൽ 2024 ജൂൺ വരെ ലോകത്തെ ഏറ്റവും വലിയ നാളികേര ഉൽപ്പാദകരും കയറ്റുമതിക്കാരും ഇന്തോനേഷ്യയും ഫിലിപ്പീൻസുമായിരുന്നു. എന്നാൽ എൽനിനോ പ്രതിഭാസം കാരണം അവിടെ കടുത്ത വരൾച്ചയുണ്ടായി. ഇതോടെ തേങ്ങയുടെ ഉൽപ്പാദനം കുത്തനെ കുറയുകയാണ് ഉണ്ടായത്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ 2024 ഒക്ടോബറോടെയാണ് നമ്മുടെ രാജ്യത്ത് പ്രകടമായി തുടങ്ങിയതെന്ന് മാത്രം. ഇതിനൊപ്പം തന്നെ ഫിലിപ്പീൻസ് ഡീസലിൽ വെളിച്ചെണ്ണ കലർത്തുന്നതും നിർബന്ധമാക്കി. ഇതോടെ വെളിച്ചെണ്ണയുടെ ആഭ്യന്തര ഉപയോഗം വർദ്ധിച്ചു. അതുമാത്രമല്ല, ഇന്തോനേഷ്യ വെളിച്ചെണ്ണയുടെ കയറ്റുമതി കുറയ്ക്കാനും തീരുമാനിച്ചിരുന്നു. ഈ നടപടികളൊക്കെ ആഗോള വിപണിയിൽ വെളിച്ചെണ്ണയുടെ ലഭ്യത കുറയ്ക്കുന്നതിനും വിലക്കയറ്റത്തിനും കാരണമായി. എന്നാൽ വെളിച്ചെണ്ണയുടെ ഈ വിലവർദ്ധനവ് സാധാരണക്കാരെ മാത്രമല്ല, വൻകിട കമ്പനികളെയും അതുപോലെ തന്നെ റെസ്റ്റോറന്റുകളെയും ഒക്കെ ഒരുപോലെ ബാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വെളിച്ചെണ്ണ നിർമ്മാതാക്കളായ കേരാഫെഡ് പോലും ഇന്ന് 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 529 രൂപയാണ് ഈടാക്കുന്നത്. വിപണിയിലെ മറ്റു പല പ്രമുഖ ബ്രാൻഡുകൾക്കും 600 രൂപയിലധികം വിലയുണ്ട്. പാരച്യൂട്ട് വെളിച്ചെണ്ണ നിർമ്മാതാക്കളുടെ കമ്പനികൾക്ക് കൊപ്ര ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ്. കൊപ്രയുടെ വില 40 മുതൽ 50% വരെ വർദ്ധിപ്പിച്ചതോടെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പാരച്യൂട്ട് നിർമ്മാതാക്കളായ മാരിക്കോ അടക്കമുള്ള കമ്പനികൾ 30% വരെ വില വർദ്ധിപ്പിക്കാൻ കാരണമായി. ഒരു ചടങ്ങിന് ഏകദേശം 400 മുതൽ 500 തേങ്ങയാണ് കേരളത്തിൽ കാറ്ററിംഗ് സർവീസുകൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് 350 തേങ്ങ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ പറയുന്നതും നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം ഒരു മാസത്തേക്ക് ഏകദേശം 1000 ലിറ്റർ വെളിച്ചെണ്ണയാണ് വാങ്ങാറുണ്ടായിരുന്നത്. എന്നാൽ വിലവർധനയിൽ 3 ലക്ഷം രൂപയുടെ അധികഭാരം ഇതിലൂടെ കാറ്ററിംഗ് സർവീസുകൾക്ക് ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഓണക്കാലമാകുന്നതോടെ വെളിച്ചെണ്ണയ്ക്ക് വില കുറയുമെന്ന് തന്നെയാണ് സംസ്ഥാനം വ്യക്തമാക്കുന്നത്. ആ ആശ്വാസത്തിലാണ് ഇന്ന് മലയാളികളും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.